കേരളത്തോടാകെ പക, പ്രതികാരം അതാ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് എന്തെല്ലാം തരം വിരോധമാണ് അവർ പ്രകടിപ്പിക്കുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന ഉറപ്പു നൽകുന്ന ഫെഡറൽ തത്വങ്ങൾ ലംഘിച്ചുകൊണ്ട് കേരളത്തെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ, സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തി ആക്രമിക്കാൻ അവർ പഠിച്ച പണി 18 നോക്കുന്നു. അങ്ങനെ അത്രമാത്രം സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയിട്ടും, കേന്ദ്ര ഫണ്ട് തടഞ്ഞു വെച്ചിട്ടും, ഭരണഘടനാ മൂല്യങ്ങളെ കാറ്റിൽ പറത്തിയിട്ടും, ഗവർണർമാരെ ഇങ്ങോട്ട് പറഞ്ഞുവിട്ട് ഇവിടെ നിയമസഭ പാസാക്കുന്ന നിയമങ്ങൾക്ക് പോലും അംഗീകാരം കൊടുക്കാതിരുന്നിട്ടും കേരളം ലോകത്തിനു മുന്നിൽ ഏറ്റവും വികസിതമായ രാജ്യങ്ങൾക്ക് മുമ്പിൽ തല ഉയർത്തി നിൽക്കുന്നു എന്നുള്ളതാണ് കേരളത്തിന്റെ റിയൽ സ്റ്റോറി. അതാണ് കേരളത്തിന്റെ റിയൽ സ്റ്റോറി. ഏറ്റവും കുറഞ്ഞ ശിശുമരണ നിരക്ക് എവിടെയാ? ലോകത്തിൽ ഏറ്റവും കുറഞ്ഞ ശിശുമരണ നിരക്ക്. ലോകത്തിൽ വിവിധ മതവിഭാഗങ്ങൾ ഒരു പ്രശ്നവുമില്ലാതെ ഏകോദര സഹോദരന്മാരെ പോലെ ഇത്ര ഐക്യത്തോടുകൂടി ജീവിക്കുന്ന ഒരു നാടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം. അതാണ് കേരളത്തിന്റെ റിയൽ സ്റ്റോറി. വികസന മുന്നേറ്റത്തിന്റെ കാര്യത്തിൽ കേരളം ലോകത്തിന് മുന്നിൽ ഉജ്ജ്വലമായ ഒരു സ്റ്റോറിയാണ് നിർമ്മിച്ചിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, ഇതാണ് കേരളത്തിന്റെ റിയൽ സ്റ്റോറി. ഇതിന് കക്ഷി രാഷ്ട്രീയമില്ല. അവിടെ ഞങ്ങൾ കേരളത്തിലെ ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്, ഈ കേരള സ്റ്റോറി 2ാം ഭാഗത്തിന്റെ ഈ വിദ്വേഷം നിറഞ്ഞ ഈ സിനിമയ്ക്കെതിരായി കേരളീയ സമൂഹം കക്ഷി രാഷ്ട്രീയം എല്ലാം മാറ്റിവെച്ചിട്ട് അതിശക്തമായ ബഹിഷ്കരണ ആഹ്വാനവുമായിട്ട് മുന്നോട്ട് വരണം എന്നാണ് ഡിവൈഎഫ്ഐ ആവശ്യപ്പെടുന്നത്. ഇതിനെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ഗണത്തിൽപ്പെടുത്തിയിട്ട് ന്യായീകരിക്കാൻ വരുന്ന ആളുകളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ഗണത്തിൽപ്പെടുത്തിയിട്ട് ഇതിനെയെല്ലാം അങ്ങ് അംഗീകരിച്ചു കൊടുത്താൽ കേരളീയ സമൂഹത്തോട് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ പാതകമായിരിക്കും. ഇതിനെയൊന്നും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ഗണത്തിൽപ്പെടുത്തിയിട്ട് അംഗീകരിച്ചു കൊടുക്കാൻ വേണ്ടി കഴിയുന്ന ഒന്നല്ല. അതുകൊണ്ട് ഡിവൈഎഫ്ഐ കേരളത്തിലുടനീളം ഇത്തരം വിദ്വേഷ രാഷ്ട്രീയത്തിനെതിരായി, ഇത്തരം അപകടകരമായ വംശീയ വിഭജന വർഗീയ അജണ്ടക്കെതിരായി ശക്തമായ പ്രതിഷേധം ആയിരക്കണക്കിന് ആളുകളെ അണിനിരത്തി ഞങ്ങൾ നടത്തും. ഇന്നിപ്പോ ഇവിടെ പ്രതീകാത്മകമായി കുറച്ചാളുകൾ വന്നിട്ട് പ്രതിഷേധമാണ്. ഈ പ്രതിഷേധത്തോടുകൂടി ഇത് അവസാനിക്കുന്നില്ല, ഇതൊരു തുടക്കം മാത്രമാണ്. ഞങ്ങൾ കേരളീയ സമൂഹത്തോട് അഭ്യർത്ഥിക്കുന്നത്, ഇങ്ങനെയുള്ള വൃത്തികെട്ട സിനിമ നടക്കുന്ന ഇത്തരം സ്ഥാപനങ്ങളിലേക്ക് അതിശക്തമായ ജനങ്ങളുടെ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരണം. കേരളത്തിന്റെ റിയൽ സ്റ്റോറി എന്താണ് എന്ന് ലോകത്തോട് വിളിച്ചു പറയണം. വർഗീയ കലാപങ്ങളില്ലാത്ത ഒരു നാട്, നവോത്ഥാനം മുന്നോട്ട് വെച്ച ശക്തമായ ആശയത്തെ പിൻപറ്റിക്കൊണ്ട് എല്ലാവർക്കും സമത്വത്തോടുകൂടി സഹോദര്യത്തോടുകൂടി ജീവിക്കാൻ സാധ്യമാവുന്ന നാട്, എല്ലാ പ്രദേശങ്ങളിലും സ്കൂളുകൾ സ്ഥാപിച്ച്, എല്ലാ പ്രദേശത്തും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിച്ച് അതിനകത്തെല്ലാം വലിയ മുന്നേറ്റമുണ്ടാക്കിയ നാട്. എന്തായിരുന്നു നമ്മുടെ നാടിനെ നേരത്തെയുള്ള അവസ്ഥ എന്ന് നമുക്കറിയാം. ഒരു ബെഞ്ചിൽ ഒരുമിച്ചിരുന്ന് പഠിക്കാൻ കഴിയാതിരുന്ന ഒരു വൃത്തികെട്ട കാലം ഇവിടെ ഉണ്ടായിരുന്നു. അതിനെയെല്ലാം പൊരുതിയിട്ടാണ് തോൽപ്പിച്ചത്. പോരാട്ടത്തിൽ കൂടിയാണ് അതിനെ അതിജീവിച്ചത്. ഒരു വഴിയിൽ കൂടി സഞ്ചരിക്കാൻ, ഒരു ആരാധനാലയത്തിൽ പോയിട്ട് പ്രാർത്ഥന നടത്താൻ, ഒരു സ്കൂളിൽ ഒരുമിച്ചിരുന്ന് പഠിക്കാൻ, പൊതു ഇടങ്ങൾ എല്ലാവർക്കും അവകാശപ്പെട്ടതാക്കി മാറ്റാൻ എല്ലാം അതിശക്തമായ പോരാട്ടം നടത്തിയിട്ടാണ് ഇന്ന് കാണുന്ന ഈ യഥാർത്ഥ കേരളത്തെ നമ്മൾ സൃഷ്ടിച്ചത്. ഈ കേരളത്തെ, ഈ ആധുനിക നവോത്ഥാന കേരളത്തെ തകർക്കാൻ വേണ്ടിയിട്ട് ആരു തന്നെ വന്നാലും ജീവൻ കൊടുത്തും പ്രതിരോധിക്കുമെന്നാണ് ഡിവൈഎഫ്ഐ പ്രഖ്യാപിക്കുന്നത്. അങ്ങനെ ഏതെങ്കിലും ഒരു RSSന്റെ ആൾക്ക് കേരളത്തെ ഈ നിലയിൽ അപമാനിച്ച് അങ്ങോട്ട് പോവാമെന്നതും ആരും ധരിക്കേണ്ടതില്ല. അതിശക്തമായ യുവജന പോരാട്ടത്തിന്റെ നാളുകളായിരിക്കും വരും ദിവസങ്ങളിൽ വരാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്, നിങ്ങളെല്ലാവരും സ്വമേധയാ ഈ RSS മുന്നോട്ട് വെക്കുന്ന ഈ വിഭജന വർഗീയ രാഷ്ട്രീയത്തെ തള്ളിക്കളയാൻ വേണ്ടിയിട്ട് ഈ സിനിമ ബഹിഷ്കരിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറഞ്ഞു വെക്കാനുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ പോരാട്ടം പരാജയപ്പെട്ടു പോകരുത്. ഇത് കേരളത്തിന്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. കക്ഷി രാഷ്ട്രീയത്തിന്റെ വ്യത്യസ്തമായിട്ടുള്ള തലങ്ങളെല്ലാം നമുക്ക് മാറ്റിവെച്ചുകൊണ്ട് ശക്തമായ പോരാട്ടത്തിന് രംഗത്തിറങ്ങണം എന്നുകൂടി ആവശ്യപ്പെട്ടുകൊണ്ട് ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.